ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷൈനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് നമ്മൾ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു സന്തോഷമായിരിക്കണം അല്ലേ. നമ്മൾ പറഞ്ഞു തരുന്നത് അത്രത്തോളം നിങ്ങൾക്ക് 100% റിസൾട്ട് അല്ലെങ്കിൽ 200% റിസൾട്ട് കിട്ടണമായിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. അത്ര സൂപ്പർ അമേസിങ് ആയിട്ടുള്ളൊരു അത്രയും ഔഷധ ഗുണമുള്ള ഒരു പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അത്രയും സൂപ്പറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ് എന്നാലോചിക്കാം. വേറൊന്നുമല്ല, നമ്മളുടെ വീട്ടിലൊക്കെ കാണപ്പെടുന്ന മുരിങ്ങയാണ്. മുരിങ്ങയില പൗഡർ വെച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഫേസിലേക്കാണെങ്കിലും ശരി, നമ്മുടെ സ്കിന്നിലേക്കാണെങ്കിൽ നമ്മളുടെ സൗന്ദര്യം മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മുരിങ്ങയില എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഹെൽത്ത് ബെനിഫിറ്റ്, എല്ലാ കാര്യങ്ങളും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. പ്ലസ് ഞാൻ ഇന്നൊരു മുരിങ്ങയില പൗഡർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം കേട്ടോ. ഞാൻ വീണ്ടും പറയാം, പെയ്ഡൊന്നും അല്ല, പ്രൊമോഷൻ വീഡിയോസ് അല്ല, ബട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാനിത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ കിട്ടുന്നവർ വീട്ടിൽ തന്നെ പൊടിച്ച് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഒരിക്കലും നമ്മളിതുപോലെ റെഡിമെയ്ഡ് മേടിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മളെ വീട്ടിൽ തന്നെ മുരിങ്ങ ഉള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ടല്ലോ. വീടുകളിലൊക്കെ ഇല്ലാത്തവർ ഓക്കെ, നമുക്കിതുപോലെ പൗഡർ നമുക്ക് എന്താ പറയുക, നമുക്കിതുപോലെ റെഡിമെയ്ഡായിട്ട് മേടിക്കാം. അത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് മുരിങ്ങേൻ്റെ ഇല എടുക്കുക, നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് ഒരു എന്താ പറയുക, ഒരു കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ച് നമുക്ക് ഡെയിലി നമുക്ക് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നമ്മളുടെ ഹെൽത്തിനും ഹെയറിനും സ്കിന്നിനും ഒക്കെ ഒരുപാട് നമുക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ പൗഡറാക്കി വെക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പൗഡറാക്കി വെക്കാം. ഇനി നമുക്ക് നോക്കാം ഇത് എന്തൊക്കെ രീതിയിലാണ് നമുക്കിത് ഗുണം ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൽ ഹെൽത്ത് ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ആക്ച്വലി നമുക്കറിയാം മുരിങ്ങയിലയിൽ ഒരുപാട് അയൺ ഉണ്ട്, പ്ലസ് നമുക്ക് അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള അത്രമാത്രം ഒരു സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ ശരീരത്തിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്കറിയാം. അയൺ വേണം അല്ലേ, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോട്ടീൻ ഉണ്ടാകും. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും പ്രോട്ടീൻ വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മൾ സൗന്ദര്യത്തിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് അയൺ അത്രമാത്രം നമുക്ക് അത്യാവശ്യമുള്ള സംഭവമാണ്. അയൺ നമുക്കറിയാം, എസ്പെഷ്യലി ലേഡീസ് അത്രയും നമുക്ക് അയണിൻ്റെ ബുദ്ധിമുട്ട്, മിക്ക ആൾക്കാർക്കും അയൺ കുറയുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ അമേസിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മുരിങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ മുരിങ്ങയിൽ നമുക്ക് ഇത് എങ്ങനെയൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡിറ്റോക്സ് വാട്ടറായിട്ട് നമുക്ക് എല്ലാ ദിവസവും രാവിലെ നമുക്ക് എന്താ ചെയ്യാം, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഒന്ന് വാം വാട്ടറിൽ, അതായത് ഒരുപാട് തിളപ്പിക്കാതെ ഒത്തിരി ചൂടുള്ള വെള്ളത്തിലല്ല, ഒരു നോർമൽ ലൈറ്റായിട്ട് ഒരു ചൂടാക്കിയിട്ട് അത് വാം വാട്ടറിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ മുരിങ്ങ പൗഡർ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ ഡെയിലി കുടിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മളുടെ ശരീരത്തിന് ഒരുപാട് എന്താ പറയുക, നമുക്ക് ഡൈജഷൻ സൂപ്പർബായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ട്. പ്ലസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വൈറ്റമിൻ ഇയും അയൺ ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ നമുക്ക് വൈറ്റമിൻ സി ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കൊളോജൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ കൊളോജിൻ ഞാൻ എല്ലായ്പ്പോഴും പറയും, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എന്നോട് പറയും, പലവരും കൊളോജിൻ്റെ സപ്ലിമെൻറ്റ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആക്ച്വലി കൊളോജിൻ സപ്ലിമെൻ്റൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സംഭവങ്ങളാണ്. അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്യുക, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് ഡെയിലി നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല. ഇച്ചിരി ഒരു ലൈറ്റായിട്ട് വെള്ളം ചൂടാക്കുക, ചെറിയ ചൂടുള്ള വാം വാട്ടർ ആയിരിക്കണം. സോ അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ പൗഡർ മിക്സ് ചെയ്യുക, അത് എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുക. അത് ഡെയിലി വൈസ് കുടിച്ചാൽ ഇത്രയും സംഭവങ്ങൾ, നമ്മുടെ മുടി കൊഴിച്ചൽ കുറയും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കാൽപ്പ്, ഇതിനകത്ത് നമുക്ക് കുറേ എന്താ പറയുക പ്രോട്ടീനും കെരാറ്റിൻ എല്ലാം പ്രോട്ടീൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ നല്ലപോലെ ഹെൽത്തി ആക്കി വെക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതായത് നമ്മളുടെ സ്കിന്നിനും ഹെയറിനും ഒരുപാട് നമ്മളുടെ ഫൈൻ ലൈൻസ് കുറയ്ക്കും. കാരണം കൊളോജിൻ ഇതിനകത്ത് ഒരുപാട് വരുന്നുണ്ട്. വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ കൊളോജിൻ വരുന്നുണ്ട്. റിങ്കിൾസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ
നമുക്ക് ഞാൻ ഇതിൻ്റെ പാക്കും കൂടി എങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ കുടിക്കുക മാത്രമല്ലാതെ നമുക്ക് ഈ മുരിങ്ങയുടെ പാക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, നമ്മൾ സ്കിന്നിന് എങ്ങനെ ഉണ്ടാക്കാം, ഹെയറിന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും മുഴുവൻ വീഡിയോയും കാണണം. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, കാരണം ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യുന്നത് ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. പിന്നെ തൈറോയിഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളവരും ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഏത് ഏജിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് ഈ മുരിങ്ങയുടെ പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ഇനിയും ഉണ്ട്. നമ്മളുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, ടാൻ മാറും, അതുപോലെ തന്നെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ ഇത്രയും സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് പണ്ടൊക്കെ എല്ലാവരും പറയണത് കേട്ടിട്ടുണ്ടാവും അല്ലേ. മുരിങ്ങയിലേക്ക് എല്ലാവരും കൊടുക്കണം, നല്ല അയൺ ആണെന്ന് എല്ലാവർക്കും അറിയാം, അയൺ റിച്ച് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും അറിയണമെന്നില്ല. കാരണം അത്രമാത്രം ബെനിഫിറ്റുള്ള ഒരു സംഭവമാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വെറുതെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിക്കുമ്പോഴും അതൊക്കെ ഓക്കെയാണ്. ബട്ട് തോരനൊക്കെ വെക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇതുപോലെ നമ്മൾ പൗഡറായിട്ട് നമ്മൾ എടുക്കുന്നത് നല്ലൊരു സംഭവമാണ്. പ്ലസ് നമുക്ക് സ്കിന്നിന് ഫേസ് പാക്കായിട്ട് എടുക്കാം. ഫേസ് പാക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടാണ്. ബട്ട് എന്നാൽ പോലും നമുക്ക് ഫേസ് പാക്കിൽ കൊണ്ടുവരാം, ഹെയർ മാസ്കിൽ കൊണ്ടുവരാം. അത്രയും റിസൾട്ട് 100% റിസൾട്ടോട് കൂടിയിട്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, നമ്മളുടെ ആരോഗ്യത്തിനാണെങ്കിലും ശരി, സൗന്ദര്യത്തിനാണെങ്കിലും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫേസ് മാസ്ക് നമുക്ക് റെഡിയാക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് ആയിട്ട് നമുക്കിത് നല്ലപോലെ റിസൾട്ട് ഉള്ളതാണ്. ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിങ്കിൾസ് കുറയ്ക്കുക, ഫൈൻ ലൈൻസ് കുറയ്ക്കുക, ഇതിനൊക്കെയാണല്ലോ നമ്മൾ ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂടുതലും നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഫേസ് മാസ്ക് റെഡിയാക്കാം ഈ മുരിങ്ങയില പൗഡറിൽ നമുക്ക് നോക്കാം. അതിന് നമുക്കിവിടെ വേണ്ടത് 1 ടീസ്പൂൺ നമുക്ക് മുരിങ്ങ പൗഡർ എടുക്കുക. ദെൻ അതേപോലെ 1 ടീസ്പൂൺ കേർഡ് എടുക്കുക. ദെൻ അടുത്തത് വൈറ്റമിൻ ഇ എടുക്കുക. അതായത് നമ്മൾ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളായിട്ട് കിട്ടും. സോ അത് നമുക്കത് പൊട്ടിച്ചിട്ട് 1 or 2 ഡ്രോപ്സ് മാത്രം എടുക്കുക. സോ അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിങ്കിൾസും പിഗ്മെൻറ്റേഷനും ഫൈൻ ലൈൻസൊക്കെ കുറഞ്ഞ് സ്കിൻ നല്ല ഗ്ലോ ആയി. പ്ലസ് നമുക്ക് നല്ലപോലെ എന്താ പറയുക, നമ്മളുടെ സ്കിന്നിൽ ആ റിങ്കിൾസും ഫൈൻ ലൈൻസൊക്കെ കുറയുന്നത് തന്നെ നമുക്കിതിനകത്ത് കുറേ കൊളോജിൻ ഉള്ളത് കൊണ്ടാണ്. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, മാം കൊളോജിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഏതാണ്, കൊളോജിൻ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്നൊക്കെ. ആൻറ്റി ഏജിങ്ങിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഈ ഒരു എന്താ പറയുക മുരിങ്ങ കൊണ്ടുള്ള ഈ മുരിങ്ങ പൗഡർ. സോ അത് ഡെയിലി നമ്മൾ എടുക്കുന്നത് നല്ലപോലെ ഗുണം ചെയ്യും. ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും ഈ ഒരു രീതിയിലാണ് കേട്ടോ. പൗഡർ ഇങ്ങനെ എന്താ പറയുക, ഒരിക്കലും നമുക്കൊന്നും ഇവിടെ പൊടിച്ച് എടുത്ത് ചെയ്യാനുള്ളതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ നമ്മൾ മേടിച്ചാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഞാനിത് കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും അറിയാം മുരിങ്ങ പൊടിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഭയങ്കര ഫൈനായിട്ടാണുള്ളത്. നോക്കൂ, ഇത്രയും ഭയങ്കര തിന്നായിരിക്കണം കേട്ടോ, ചെറിയൊരു ഇതൊന്നും പാടില്ല. ഭയങ്കര തിന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇത് എന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് വേണമെന്നുള്ളവർ പറയുക, ഞാൻ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ, കാരണം എല്ലാവർക്കും വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. സോ അപ്പോൾ അങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റാത്തവർക്ക് നമുക്കിത് മേടിക്കാം. ഓക്കെ, അപ്പോൾ അത് ഉള്ളതിൽ കുറച്ച് നല്ലതാണ് ഞാൻ ഇവിടെ കാണിച്ചത് കേട്ടോ. ഇത് ഓർഗാനിക് ഇന്ത്യയുടെ ആണ്. സോ ഇത് മുരിങ്ങ പൗഡർ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാനതിൻ്റെ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ പൗഡറിന് ഇത്രമാത്രം ഗുണമുണ്ടെന്നുള്ളത് എത്ര ആൾക്കാർക്ക് ഇതൊക്കെ അറിയുന്നുള്ളൂ എനിക്കറിയില്ല. പക്ഷെ അത്രയും ഗുണമാണ് നമുക്ക്. ആൻറ്റി ഏജിങ് ഫേസ് മാസ്കിന് സൂപ്പർബായിട്ടുള്ള റിസൾട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ആഗ്നിയൊക്കെ ഉള്ളവർക്ക് നമുക്കിത് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അതിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ അവർക്കും നമുക്കൊരു ഫേസ് മാസ്ക് ഇവിടെ റെഡിയാക്കാൻ പറ്റും. അതിലേക്ക് ഇതേപോലെ നമുക്കൊരു 1 ടീസ്പൂൺ നമുക്ക് മുരിങ്ങ പൗഡറും അതിലേക്ക് സെയിം തന്നെ നീം പൗഡർ അല്ലേ,
വേപ്പില. സോ നീം പൗഡർ ഷോപ്പിലെല്ലാം തന്നെ മേടിക്കാൻ കിട്ടും. സെയിം ആയിട്ട് എടുക്കുക, അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ദെൻ അപ്ലൈ ചെയ്യുക. നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ ആൻറ്റി ഏജിങ്ങിൽ ഞാൻ പറഞ്ഞ ഫേസ് മാസ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, സ്കിൻ ഭയങ്കര നോർമൽ ടു ഡ്രൈ സ്കിന്നിന് ഒക്കെ കുറച്ചും കൂടെ റിസൾട്ടായിരിക്കും. അതായത് നമ്മൾ വൈറ്റമിൻ ഇ ഒക്കെ വരുന്നുണ്ട്. ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഇക്ക് പകരമായിട്ട് അലോവേറ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ആഗ്നെ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇതുപോലെ നമുക്ക് മുരുങ്ങാൻ പൗഡറും 1 ടീസ്പൂൺ നമുക്ക് നമ്മളുടെ നീം പൗഡർ കുറച്ച് റോസ് വാട്ടറും കൂടി എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മാസ്കായിട്ട് യൂസ് ചെയ്യുക. കാരണം ഇതിനകത്ത് ആൻറ്റി ബാക്ടീരിയൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഈ എന്താ പറയുക ആഗ്നെ കുറയ്ക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു പാക്ക്. ഈ നമ്മളെ മുരിങ്ങയുടെയൊക്കെ ഈ പാക്കുകളും ഇതെല്ലാം തന്നെ നല്ലതാണ്. ഒരുപാട് ഇനിയും പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം നമുക്ക് ബെനിഫിറ്റാണ് നമുക്ക് ഈ ഒരു മുരിങ്ങ പൗഡർ കൊണ്ട്. ഹെയറിന് എടുക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഹെയർ ഫോൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെയറിൻ്റെ ഡെൻസിറ്റി കൂട്ടും. അതുപോലെ ഹെയറിൻ്റെ ആ ഒരു നമ്മുടെ സ്കാൽപ്പിനെ ഭയങ്കരമായിട്ട് ഹെൽത്തി ആക്കി വെക്കും. നമ്മളെ സ്കാൽപ്പ് നല്ലപോലെ ഹെൽത്തി ആയാൽ നമുക്ക് എന്ത് സംഭവിക്കുക, നമ്മൾ റൂട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. റൂട്ട് ഹെൽത്തി ആയി കഴിഞ്ഞാൽ ഹെയർ ഫോൾ കുറയും. അപ്പോൾ അത്രയും, കാരണം ഇതിനകത്ത് പ്രോട്ടീൻ, നമുക്കറിയാം ഹെയർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ. പ്രോട്ടീനാൽ നിർമ്മിക്കപ്പെട്ടതാണ് നമ്മുടെ ഹെയർ. അപ്പോൾ നമുക്ക് ഹെയറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ബേസിക് ആയിട്ടും ആവശ്യമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് പ്രോട്ടീൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മാസ്ക് ഒക്കെ അടിപൊളി റിസൾട്ടാണ്. അത് ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ ഹെയർ മാസ്കിനെ കുറിച്ചിട്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ഹെയറിന് ഇത് ഏത് രീതിയിലാണെന്നുള്ളത്. അപ്പോൾ ഹെയർ മാസ്ക് വേണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മുരിങ്ങ വെച്ചിട്ടുള്ള ഹെയർ മാസ്ക് വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും തരാം. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉള്ളവർക്ക് സൂപ്പർ റിസൾട്ടായിരിക്കും ഇത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ. കാരണം ഡാൻഡ്രഫിനെ കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഇത് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ നമുക്ക് ഡാൻഡ്രഫിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലസ് നമ്മുടെ ഹെയറിനെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത്രയും സംഭവങ്ങൾക്ക് നമ്മളുടെ ഈ മുരുങ്ങ പൗഡർ അമേസിങ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും. ഇനി എന്ത് നോക്കാനാണ് അല്ലേ. നമുക്ക് എന്തായാലും നമുക്കറിയാം, നമ്മൾ വീടുകളിലൊക്കെ നമുക്ക് നിൽക്കുമ്പോൾ നമുക്കതിനൊരു വിലയില്ലാത്ത പോലെ അല്ലേ. കാരണം മുരിങ്ങ ഇല കിട്ടാത്ത ആൾക്കാർക്ക് ഭയങ്കര, പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർ മുരിങ്ങയുടെ ഇല ഭയങ്കര അതായത് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതേ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ മിക്ക വീടുകളിലും ഉണ്ടാവും. പക്ഷെ അവർക്കൊന്നും ഇതിൻ്റെ ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നും അറിയത്തില്ല. കാരണം ഈവൻ ഞാൻ പറയുന്ന ഒരു 35-40 വയസ്സ് കഴിഞ്ഞ് നമ്മൾ ആൻറ്റി ഏജിങ്ങിലേക്ക് പോകും. ഒരുപാട് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡ്രിങ്ക്സൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. കാരണം ഈ ജോയിൻറ്റ് പെയിൻസിനും മുട്ടുവേദന, നടുവേദന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ ഈ ഒരു പൗഡർ നമ്മൾ യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ, കാരണം ഈ പൗഡർ ഇങ്ങനെ മാത്രമല്ല കേട്ടോ, ഒരുപാട് സംഭവത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ ഫുഡിൽ തന്നെ പല രീതിയിലും നമുക്കിത് ആഡ് ഓൺ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ജോയിൻറ്റ് പെയിൻസിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതൊന്നും ആർക്കും അറിയാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കുറേ പേരൊന്നും ഇത് കറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് അത്രയും ഇതായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു സംഭവത്തിന് ഇത്രമാത്രം ഗുണമുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതിപ്പോൾ റെഡിമെയ്ഡായിട്ട് ഈ ഒരു സംഭവത്തിന് എനിക്ക് തോന്നുന്നു ഒരു 250 റുപ്പീസ് എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ബിസിനസ്സായി മാറിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മളിത് ആലോചിക്കാൻ പറ്റുമോ, ഈ മുരിങ്ങയുടെ പൗഡറിനൊക്കെ ഇത്രത്തോളം ഇതിലേക്കൊക്കെ എത്തും. ഇനിയും ഇതൊക്കെ കൂടി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ അടുത്തുള്ള ഒരു അത്രയും ഇതായിട്ടുള്ള അമൂല്യമായിട്ടുള്ളതെന്നൊക്കെ പറയാം, അത്രയും നമുക്ക് എന്താ പറയുക, നമുക്ക് അതിന് മൂല്യം പറയാൻ പറ്റില്ല. അത്രയും നല്ലൊരു സംഭവം നമ്മൾ വീട്ടിലുണ്ടായിട്ട് പോലും ഒരുപാട് ആൾക്കാർ അത് യൂസ് ചെയ്യുന്നില്ല. സോ എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ സൗന്ദര്യത്തിൻ്റെ പുറകിലും നമ്മളെ ഹെൽത്തിൻ്റെ പുറകിലും ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ നമ്മൾ എടുക്കുക. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളാകട്ടെ എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും തന്നെ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പൗഡർ വീട്ടിൽ തന്നെ മുരിങ്ങയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പൊടിച്ച് പൗഡറാക്കി വെക്കുക. ഡെയിലി രാവിലെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒന്ന് എംപ്റ്റി സ്റ്റൊമക്കിൽ ഒന്ന് എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് കുടിക്കുക.
അപ്പോൾ അത് ചെയ്ത് വരിക, അതുപോലെ ഫുഡിൽ ഉൾപ്പെടുത്തുക. മുരിങ്ങ എപ്പോഴും നല്ലപോലെ കൂടുതൽ കഴിക്കാൻ വേണ്ടി കിട്ടുന്നവർ കഴിക്കുക, എല്ലാവർക്കും കിട്ടണമെന്നില്ല, കിട്ടുന്നവർ അതൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തന്ന ഈ പാക്കുകൾ നിങ്ങൾ യൂസ് ചെയ്ത് വരിക. ആൻറ്റി ഏജിങ്ങിനൊക്കെ സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ്. ആൻറ്റി ഏജിങ് റിങ്കിൾസും കാര്യങ്ങളും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉള്ളവർ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. എനിക്ക് ഇനി പറഞ്ഞാലും തീരത്തില്ല, അതുകൊണ്ട് ഞാൻ ഹെയറിൻ്റെ മാസ്കിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒത്തിരി ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ എന്താ പറയുക, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.